ഇതാ കാണുന്നു മലയുടെ ചെരുവ്. ചെരുവിൽ പോണം. പുലിന്റെ പാട് ഇതാ അങ്ങോട്ട് വാ. അങ്ങോട്ട് പോകണ്ടോ? എടോ ല്ലേ കൊതുകിന്റെ കടി ഭയങ്കരം സഹിക്കാനാകുന്നില്ല. ഇതടാ ഹായ് ഹലോ നമസ്കാരം. സതീഷ് വയനാട് വണ്ടിമലയും. എന്തൊക്കെയുണ്ട് വിശേഷം? എൻ്റെ ഇന്നത്തെ വിശേഷം എന്താണെന്ന് വെച്ചാൽ നമ്മളെ പണിക്കാരൻ യൂട്യൂബർ നൗഷുവിന്റെ ഒരു ഡ്രോണ് ഒരു മലമുകളിൽ പോയിട്ട് അവൻ ക്യാമ്പിംഗ് വീഡിയോ ചെയ്യുന്ന സമയത്ത് അവിടുന്ന് നഷ്ടപ്പെട്ടു വെച്ചാൽ ഡ്രോണ് ദിശ തെറ്റിയിട്ട് വേറൊരു സ്ഥലത്ത് ചെന്ന് ചാടി ആ മലേന്റെ വേറൊരു അടിവാരത്തേക്കാണ് ചെന്ന് ചാടിയത്. അപ്പോൾ അതിന്റെ ലൊക്കേഷനൊക്കെ ഇപ്പോൾ അടുത്ത ദിവസം അവൻ കണ്ടുപിടിച്ചിട്ട് അവൻ അതിലേക്ക് പോകാൻ ശ്രമിച്ചു. പോയ സമയത്ത് അവിടേക്ക് ഇറങ്ങി ചെല്ലാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ള സ്ഥലമാണ്, കുറച്ച് ഡേഞ്ചർ ആയിട്ടുള്ള ഡേഞ്ചർ സോണാണ്. അപ്പോൾ ഇന്നിപ്പോൾ എന്നെ കൂട്ടിയിട്ട് ഇതാ ഇപ്പോൾ ഈ മഴ വരുന്ന സമയത്ത് ഇടിയൊക്കെ മുരളുന്നുണ്ട്. അപ്പോൾ നമുക്ക് വേഗം ഒന്ന് പോയിട്ട് കണ്ടെത്താൻ വേണ്ടിയിട്ട് നഷ്ടപ്പെട്ടത് ഒരു മലയുടെ മേളിൽ നിന്ന് താഴ്വശത്താണ്. അപ്പൊ അവിടെ ഇറങ്ങി വരാൻ നമ്മൾ കഴിഞ്ഞൊരു വീഡിയോ ചെയ്തിരുന്നില്ല, വലിയ പാടാണ്. അപ്പൊ ഇവൻ കണ്ടുപിടിച്ചൊരു വഴിയാണ്. ഞങ്ങൾ എന്തായാലും വണ്ടി ഇവിടെ നിർത്തിയിട്ട് ഇതിലെ കയറി പോയാൽ ആ മലയുടെ അടിവാരത്ത് എത്താന്നാ പറയുന്നത്. അപ്പൊ എന്തായാലും ഞങ്ങൾ പോവാണ്. ഇവിടെ കുറച്ച് നടന്നു പോകണം, നല്ല കാടുമാണ്. അപ്പൊ ഇവനുള്ള ധൈര്യത്തിലാണ് സത്യത്തിൽ ഇന്ന് ഇറങ്ങിയത്. പോയിട്ട് ഇപ്പോൾ ഒരാഴ്ച മേളിലായി. അത് കിട്ടിയാൽ തന്നെ ഇനി പറ്റുമെന്നുള്ളത് അറിയില്ല. എന്തായാലും ഞങ്ങൾ പോയി നോക്കുക അല്ലേ? അപ്പൊ എന്തായാലും നമുക്കൊന്ന് പോയി നോക്കാം. മഴ വരുന്നത് കൊണ്ടാണ് നമുക്ക് ബാക്കിയുള്ള വിശേഷങ്ങളൊക്കെ നമുക്ക് പോകുന്ന വഴിക്ക് കാണാം. ഓക്കെ, ചാടി കിടക്കണം അല്ലേ? സൂക്ഷിച്ച് നോക്കണേ. വല്ല അടുത്ത ലൈന് എന്തായാലും കൊടുത്തിട്ടുണ്ടോന്ന് അറിയില്ല. നല്ല മഴ വരുന്നുണ്ട്. മഴയ്ക്ക് മുന്നേ നമുക്ക് അവിടെ നിന്ന് കഴിച്ചിലാവണം. പുലിയുടെ സാന്നിധ്യമൊക്കെ ഉള്ള സ്ഥലമെന്ന് പറയുന്നുണ്ട്. അതുകൊണ്ട് കുറച്ചൊക്കെ ഓക്കെ. ഒരു പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണ്. നമുക്കിതിലെ ചാടിക്കടന്ന് അപ്പുറത്ത് എത്തിയിട്ട് ഒരു വലിയ സാഹസമാണ് ചെയ്യാൻ നോക്കുന്നത് കേട്ടോ. ഓക്കെ. ഓ, നല്ല ചക്കയുള്ള സ്ഥലമാണല്ലോ. ഈ ചക്കയുള്ള സ്ഥലത്ത് വേറെ ഒരു പ്രശ്നമുണ്ട് കേട്ടോ. ആനേൻ്റെ സാന്നിധ്യം വരും. ഈ ആനയുണ്ടല്ലോ, ചക്കക്കാലമായി കഴിഞ്ഞിട്ട് ഫുള്ള് ആനയാണ്. എല്ലാ സാധനവും ഉണ്ടാവും. സംഭവം കുറച്ച് ഇവിടെ വരുമ്പോൾ ഒരു ഭീകരത തോന്നുന്നുണ്ട് കേട്ടോ. ഒറ്റയ്ക്ക് വരാൻ പറ്റില്ല. അത് ആ ചേട്ടൻ പറഞ്ഞില്ലേ, നമ്മൾ വരുന്ന വഴിക്ക് കണ്ട ചേട്ടനെ പറഞ്ഞത് പ്രകാരമാണെങ്കിൽ വലിയ ഡേഞ്ചർ തന്നെയാണ്. ആ, അതിൻ്റെ മേളിൽ നിന്നാണ് താഴ്ത്തു. ഓക്കെ. ഇതിൻ്റെ ഞാനും മാഹിക്കാരനും കൂടെ കയറിട്ട് ഇറങ്ങിയത്. ഇവൻ്റെ വീഡിയോയിൽ കാണിക്കുന്ന ആ മല ഇതാണ് കേട്ടോ. കയറിട്ടിട്ട് താഴേക്ക് ഇറങ്ങിയിട്ടുള്ള മല ഇതാണ്. ഒരുപാട് ഹൈറ്റിലാണ്. നമ്മളിപ്പോൾ ഇത് മലയുടെ ഏകദേശം അടുത്ത് വരെ എത്തിക്കാണുകയാണ്. ഇതുണ്ടോ, ഇതാണ് ഈ ഷെഡ് കണ്ടോ? ഏതാ ഇത് നമ്മള് കോഴി ഫാം. കോഴി ഫാമിന്റെ അവിടുന്ന് നേരെ ആ മലയുടെ ഇതാ കാണുന്നു. ആ മലയുടെ ചെരുവ് ചെരുവിൽ പോണം. അവിടെ എത്തണം അല്ലേ? ഏതാണ്ട് ചോന്ന ആ മാർക്ക് കാണുന്നതാണ് കേട്ടോ. ഈ മല അല്ലേ? ഈ മല ഉണ്ടോ? മല. ഈ മലയുടെ അവിടുന്ന് താഴോട്ട് ഇറങ്ങണം. അപ്പൊ എളുപ്പത്തിന് ഇങ്ങനെ വന്നത്. പക്ഷെ ഈ കാണുന്നതാണ് മല. ഈ മലയുടെ ആ സൈഡിലായിട്ടാണ് ഇപ്പൊ ഈ ലൊക്കേഷൻ കാണിക്കുന്നത്. കോഴി ഫാമിനോട് ചേർന്ന് നേർക്കായിട്ടാണ്. ഏതാ കുത്തിപ്പിടിച്ച് പോകാനാ? അത് നമുക്ക് സംഘടിപ്പിക്കാം. വടി പാമ്പിന് മാത്രമല്ല, നമുക്ക് കുത്തിപ്പിടിച്ച് പോകേണ്ടി വരും. ശ്രമിച്ചു നോക്കാം നമുക്ക്. മോനെ, ഇത് ഭയങ്കര ഇതാണല്ലോ, ഡേഞ്ചറാട്ടോ. സൂക്ഷിച്ചേ. കോഴി ഫാമാണ്. എന്തായാലും കുരങ്ങന്മാരുടെ സാന്നിധ്യം ഉണ്ട് ഇവിടെ. കുരങ്ങന്മാരെ നമ്മൾ കണ്ടില്ലേ? ആ ചേട്ടൻ പറഞ്ഞ പ്രകാരമാണെങ്കിൽ ഫോറസ്റ്റ് ഓഫീസർമാർ വന്ന് ഇവിടുന്ന് കഴിഞ്ഞ ആഴ്ച വന്ന് എല്ലാം നോക്കി പോയി എന്ന് പറഞ്ഞത് ഇവിടെയാണ് കേട്ടോ. പുലിയുടെ സാന്നിധ്യം ഉണ്ടായിട്ട് വന്നു പോയത് ഈ സ്ഥലത്താണ്. നിങ്ങൾ എങ്ങനെ അവിടെ ക്യാമ്പ് ചെയ്തു? അതിൻ്റെ മുകളിൽ എന്താ പൊന്നെ, സമ്മതിക്കണം നിങ്ങളെ. എവിടെ കയറണം? ഇവിടെയൊക്കെ ഉണ്ട് കയറാം. പക്ഷെ അവിടുന്ന് അങ്ങോട്ട് എങ്ങനെ? വലിയ ദൂരമല്ല. ആണോ? 300 മീറ്റർ ചുറ്റളവിലാണ് ഉള്ളത്. ഓ, 300 മീറ്റർ പറഞ്ഞാൽ ഇത്രയും ദൂരമൊന്നും പോരാ. എത്ര
ഇത്രയും പോരെ? നോക്കി നോക്കാം, നമുക്ക് പോയി നോക്കാം. എന്താണ് നമുക്ക് സമയം കളയണ്ട, മഴ പെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നും പറ്റില്ല. എവിടെയാണ്? ഈ മലേൻ്റെ മേലേക്കാ? ആ ആ അതിൽ തന്നെ ഇറങ്ങാം അല്ലേ? ഓക്കെ. ആ ഇടി 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 വരുന്നുണ്ട്. വേഗം. ആ പാസ് ചെയ്യുന്നുണ്ട്. ഇതെന്തോ ഒരു ചവിട്ട് വഴിയുണ്ട്, ഇതിലെന്തോ സ്ഥിരമായിട്ട് പോകുന്നുണ്ട്. അതാണ് പേടിക്കേണ്ടത്. ഓക്കെ. എങ്ങനെ ചാടിക്കിടക്കാൻ പറ്റില്ല. അതിൻ്റെ അടി കൂടെ. ഓ ഇത് പിടി, ഞാൻ നോക്കട്ടെ. നോക്കണേ, മുറിയരുതേ. പിന്നെ കമ്പി കേടാക്കും വേണ്ട, കാരണം കമ്പി അതേപോലെ തന്നെ. ആ കാരണം ഇത് നമ്മൾ വളരെയധികം ശ്രദ്ധിച്ചാർക്കും നമ്മളുടെ മുതലും എന്തായാലും നഷ്ടപ്പെട്ടിരിക്കുകയാണ്. ഇപ്പോൾ മറ്റുള്ളവർക്ക് ആർക്കും ബുദ്ധിമുട്ടുണ്ടാക്കാത്ത രീതിയിൽ. ഓക്കെ. ഇതോടെ ആ നോക്കണേ. ശ്രദ്ധിച്ച്. തടിയില്ലാത്ത ആൾക്കാരെ കൊണ്ട് കുഴപ്പമില്ല. ഇല്ല നോക്കി. ഇവിടെ മാവുണ്ടല്ലോ, മാങ്ങയൊക്കെ. എൻ്റെ മോനെ എത്ര നോക്കി, അടിപൊളിയായിരിക്കും കേട്ടോ. ഈ കാട്ടുമാങ്ങയാണ്. ആ കണ്ടില്ലേ, മാങ്ങ ഇഷ്ടം പോലെ മാങ്ങ. ഇതോക്കടാ ഗുഹ. അവിടെയൊക്കെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും. യാ കൊതുക് കടിച്ചിട്ട്. കൊതുകിൻ്റെ കടി ഭയങ്കരം, സഹിക്കാനാകുന്നില്ല. എന്നാ എൻ്റെ ഇതിലാണ് കയറുന്നത്. ഇതിലെ കയറിയാൽ ആ മലേൻ്റെ ഒരു സൈഡിലേക്ക് എത്തുക. ആ സൈഡിലേക്ക് എത്താൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ നമ്മൾ കഷ്ടപ്പെട്ട് ഇവിടം വരെ എത്തിയിട്ടുള്ളത്. ലൊക്കേഷൻ കാണിക്കുന്നത് ഇവിടെയാണ്, ഇതിൻ്റെ മേലെയാണ്. നമ്മൾ കോഴി ഫാമിൻ്റെ അവിടെ നിന്നാണ് വന്നിരിക്കുന്നത്. കണ്ടില്ലേ, കോഴി ഫാം ഏതോ കാലത്ത് പൂട്ടി കിടക്കുന്ന കോഴി ഫാമാണ്. അപ്പോൾ ആ ഷെഡിൻ്റെ അടുത്ത് നിന്നാണ് നമ്മൾ വന്നത്. ആ ഷെഡാണ് ഇതിൽ ലൊക്കേഷൻ കാണിക്കുന്നതിൽ അടയാളപ്പെടുത്തിയിട്ടുള്ളത്. ഇതാ ഇങ്ങനെ കയറണം മേലേക്ക് എത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിലാണ് നമുക്കൊന്ന് തിരഞ്ഞു നോക്കിയാൽ കാണാനുള്ള സാധ്യത ഉണ്ടോ എന്നുള്ളത് അറിയാം. അപ്പോൾ എന്തായാലും ഒന്ന് പോയി നോക്കാം അല്ലേ? സൂക്ഷിച്ചു വേണേ. ആഹാ താഴെ അത് ചൂട്ട് കത്തിച്ചതാ. അങ്ങനെ എന്തോ ഒരു സാധനത്തിന് വേണ്ടി. തേനീച്ചനെ പിടിക്കാൻ, തേനെടുക്കാൻ വേണ്ടി വന്ന ആൾക്കാർ ചിലപ്പോൾ തേനീച്ചനെ തുരത്താൻ വേണ്ടിയിട്ട് ചൂട്ട് കത്തിച്ചായിരിക്കാനാണ് സാധ്യത. ഒരു തോട്ടിയിൽ അത് വള്ളിയും കൂടെ പിടിച്ച് മേലെ കയറി. പറയുമ്പോൾ ഈസിയാണല്ലേ? പറയാനെന്താ ഈസി, അല്ലാതെ വേറെ ഇതിലേക്ക് കാണുന്ന ഓപ്ഷനൊന്നുമില്ല. അതൊക്കെ ഭയങ്കര ഡേഞ്ചറാണ് അതിലേക്ക് പോകുന്നത്. അതിലേക്ക് പോകുന്നത് ഇതിലുണ്ടോ? അത് കൂടെ പോവാല്ലേ? പക്ഷെ ഇത് കൂടെ ആയിരിക്കും കുറച്ചും കൂടി ഈസി. നീ പേടിപ്പിക്കല്ലേ, എനിക്കല്ലേ തന്നെ പേടിയാ. എടാ വേഗം പോവാട്ടോ,
കാരണം എന്താ പറയുക, ഇവിടെ ഒരു ഡേഞ്ചർ സോണാണ്, വളരെയധികം ശ്രദ്ധിക്കണം. ക്യാമറയിലേക്ക് നോക്കുന്ന സമയം കൊണ്ട് ഇടയ്ക്ക് നിലത്തൊക്കെ ഒന്ന് നോക്കണേ. നോക്കുന്നുണ്ട്. ആ നിലത്തേക്ക് നോക്കണം എന്ന് പറഞ്ഞത് ഡ്രോണാണല്ലേ, പെട്ടെന്ന് അത് ആ കാര്യം മറന്നുപോയി ഞാൻ. മറ്റേ ഇഴജന്തുക്കളുടെ കാര്യമാണ്. ഡ്രോൺ നോക്കാനാണ് വന്നത്. പക്ഷേ ഇവിടെ ഇഴജന്തുക്കളുണ്ടോ എന്നുള്ളതാണ് ഞാൻ ആദ്യം നോക്കുന്നത്. ഡ്രോണും നോക്കുന്നുണ്ട്. വാ, കൊതുക് അടിച്ചിട്ട് വയ്യ. എടാ, നീ നിൽക്കുന്നതിൻ്റെ അവിടെ ഒരു ഗുഹയാണ് കേട്ടോ. എന്താ സൗണ്ട്? ഒരു ബീപ്പ് സൗണ്ട് കേട്ടെ. സിഗ്നൽ കിട്ടുന്ന അതിൻ്റെ വല്ല ഇതുണ്ടോ? ഏകദേശം നമ്മൾ അടുത്തെത്തി. അതെയോ? കാണിക്കുന്നുണ്ടോ? ചെറിയ വ്യത്യാസമുള്ളൂ. ഇനി സൂം ആവില്ല, ഫുൾ സൂം കണ്ടോ? അപ്പോൾ ചെറിയൊരു വ്യത്യാസമുള്ളൂ. ഓക്കെ, കണ്ടോ? ചെറിയ വ്യത്യാസമുള്ളൂ. കിട്ടൂടാ, കിട്ടും. ആ, നീ ക്യാമറ പിടിക്ക്. നോക്കട്ടോ. ആ, നല്ലോണം സ്ലിപ്പാവണ്ടേ. പാമ്പിന്റെ വാലിലൊന്നും കയറിപ്പിക്കില്ലേ? എടാ, ഇവിടെ എന്തൊക്കെയോ പതിഞ്ഞ് കിടക്കുന്ന മാളം. എന്താ ഇവിടെ കണ്ടല്ലേ? അവിടെ നല്ല വൃത്തിയായിട്ട് കണ്ടോ, നീറ്റായിട്ട്. അങ്ങോട്ട് പോകല്ലേ സതീശ? എടാ, പാടുണ്ട് കേട്ടോ. അങ്ങോട്ട് പോകണ്ട. ഇവിടെ പുലി. എടാ, കറക്റ്റ് പുലീൻ്റെ പാട്. ഇതാ അങ്ങോട്ട് വാ. അങ്ങോട്ട് പോകണ്ട. എടാ, ഒരു ഗുഹ അങ്ങ് വരെ കാണാം. ഇത് നോക്ക്, ഇവിടെ പാട് നോക്ക്, പുലിയുടെ പാട്. ഇതാ അങ്ങോട്ട് വാ. ഇതാ സും ചെയ്ത് നോക്ക്. ഇതാ കണ്ടോ പാട് നോക്ക്. കണ്ടോ? ഇതാ കണ്ടോ? വട്ടം. നീ വാ. ഞാൻ ഗുഹ കാണിച്ചില്ലല്ലോ അതിൻ്റെ ഉള്ളിലേക്ക്. ഗുഹ കാണിക്കുന്നു വേണ്ട, വാ നീ. ഒരുപാട് ദൂരം ഉണ്ട് ആ ഗുഹ. ആ ഡ്രോണിന്റെ റിമോട്ട് അതാ അവിടെ. എവിടെ? അതാ പാറമേ. ആ, നിന്നുണ്ട് കേട്ടോ. ഇതാ ക്യാമറ പിടി. ഇപ്പം എവിടെ എത്തിയിരുന്നു നോക്കി. കാണിക്ക്. നേരെ മേലോട്ട് നോട്ടെ. നേരെ മേലോട്ട് നട. എങ്ങനെ? ഈ സൈഡില്ലേ? ആ, അപ്പം ഇനി കയറാനുണ്ട് അല്ലേ? ഈ ഒരു ഒഴിവ്, ആ ഒഴിവ് പറ്റുന്നൊന്നുമില്ല അല്ലേ? ഇതിലെ കയറാൻ പറ്റൂടാ. ഓ, ഇതാ മേലെ നിന്നാണ് വന്ന് വീണിട്ടുള്ളത്. പക്ഷെ നമുക്ക് പോകേണ്ടത് ഇനിയിപ്പോൾ മേലേക്ക് കയറണമെങ്കിൽ പിന്നെ ഇവിടെ ആണെങ്കിൽ ഇവിടെ ഇങ്ങനെ കാടാണ്. ഇതിൻ്റെ ഉള്ളിൽ കൂടെ കയറാമെന്ന് വിചാരിച്ചാൽ ഇതൊരു മുള്ളുള്ള വള്ളിയാണ്. ഈ വള്ളി ഇങ്ങനെ പടർന്ന് നിൽക്കുന്നതുകൊണ്ട് എന്തായാലും അതിൻ്റെ ഉള്ളിൽ കൂടെ കയറാൻ പറ്റില്ല. കണ്ടില്ലേ, മുള്ളുള്ളൊരു വള്ളിയാണ്. അപ്പോൾ നമുക്കിതിൽ പോകണം എന്നുണ്ടെങ്കിൽ ഇതപ്പോൾ ഇങ്ങനെ ഒരു വഴിയാണ് ഇവിടെ കാണുന്നുള്ളത്. അപ്പോൾ എങ്ങനെയെങ്കിലും ഇവൻ്റെ ഡ്രോണൊന്ന് എടുത്തു കൊടുക്കുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാൻ പറ്റിയുള്ളൊരു കാര്യം. വേഗം നോക്കണം, മഴ വന്നു കഴിഞ്ഞാൽ എൻ്റെ ഒക്കെ പരിപാടി പോകണം. റിമോട്ടും പോകും. അല്ലെങ്കിൽ ഇപ്പോൾ നനഞ്ഞെടുക്കായിരിക്കുമോ? അപ്പോൾ അതൊരു വിഷയമല്ലേ? വിഷയമാണ്, കിട്ടിയിട്ടും കാര്യം ഉണ്ടാവില്ല. കയറാൻ പറ്റില്ലേ? പക്ഷെ എങ്ങനെയും കയറി തന്നെ ശ്രദ്ധിക്കാം. ഇപ്പൊ എടുക്കണ്ട എത്ര എത്തിയില്ലേ? ഉണ്ടോ കൈ ഉണ്ടോ? ഉപയോഗിക്കാൻ പറ്റിയില്ലെങ്കിലും സർവീസ് ചെയ്യാനും കൊടുക്കാൻ പറ്റുമോ നോക്കാം. ഇവിടെ പിടിക്കണം കേട്ടോ. ഇതില് ഓക്കെ, പിടി. ഞാൻ വഴി ഉണ്ടാക്കട്ടെ, നീ കൂടെ പോര്.
താട്ട് പോലെ താഴെ വലിയ കുഴിയാണ്. വള്ളീൻ്റെ ഇടയിൽ കൂടെ തന്നെ കയറിപ്പിക്കാം. ഇതിലെങ്ങനെ കയറായിരുന്നു അല്ലേ? ഇങ്ങനെ അങ്ങനെ കയറിയിട്ടാണ്. അങ്ങനെ ഈ കമ്പിൽ ചവിട്ടി വഴുക്കരുത്. ആ ഒരു വമ്പം ഗുഹ. എടാ ഇത് പിടി, ട്രൈപ്പോഡ് പിടി. എന്നാ ട്രൈപ്പോഡ് പിടി, ട്രൈപ്പോഡ്. ബക്കറ്റൊക്കെ താഴെ കുഴിയണേ. ചവിട്ടില്ല, അങ്ങനെ ചവിട്ടില്ല, നോക്കി ചവിട്ടി പോയാ നോക്കിയാ കൊക്ക. അമ്പ ഇതൊരു ഗുഹയുള്ള. ആ ഇത് മറ്റേ അവിടുന്ന് കണ്ട സാധനമല്ലേ ഗുഹ? ആ ഗുഹ ഇങ്ങനെ വരികയാണ്, ഇങ്ങനെ പിന്നെ അതിൻ്റെ ഉള്ളിൽ കൂടെ പോകുന്നുണ്ടെന്ന് തോന്നുന്നു. അവിടുന്ന് കണ്ട ഗുഹയാണിത്. അവിടുന്ന് കണ്ട ഗുഹയാണ്. അമ്പ ഒരു രക്ഷയില്ല കേട്ടോ. നമ്മൾ പോയ ഗുഹകളിലൊക്കെ. ആ ഇതാടാ ഡ്രോൺ കിട്ടി, കണ്ടു. ഇതാടാ സത്യം. ആ ഇനിയിപ്പോൾ അതിലും വലിയ സത്യമല്ലടാ, പഠിച്ചോനാണ് സത്യം. ഇതാ അങ്ങോട്ട് വാ. എൻ്റെ പൊന്നെ, എനിക്കെന്നെ കാണാനുള്ള ഭാഗ്യം ഉണ്ടായി. ഇതാടാ എനിക്ക് വയ്യ, എനിക്ക് തന്നെ അത് കാണിച്ചു തരാനുള്ള യോഗ ഉണ്ടായടാ. നനഞ്ഞില്ല. പക്ഷെ വേറെ ഒന്നും നനഞ്ഞിട്ടില്ല സതീശോ. എടാ ഇത് കാണാൻ വേറെ ആൾക്കാർ ഇല്ലാതായി പോയല്ലോ. അല്ല നമ്മളിപ്പോ വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് എന്തായാലും അല്ല ഇത് വീഡിയോയിൽ നമ്മൾ എല്ലാവരും കാണിക്കാൻ തന്നെയാണല്ലോ ഇത് ഉദ്ദേശിക്കുന്നത്. എനിക്കൊരു വിഷമം പെട്ടെന്ന് തോന്നി. എന്താ അറിയോ, ഈ ഒരു സന്തോഷം കാണാന് ലൈവ് ആരും ഉണ്ടായില്ലല്ലോ എന്ന് എനിക്കൊരു വിഷമം ഉണ്ടായിരുന്നു. പക്ഷെ ഇറങ്ങൂലായിരുന്നു. ഞാൻ എന്താ ഇറങ്ങുന്ന വെച്ചാൽ എനിക്ക് ഈ ഗുഹയൊക്കെ കാണുന്ന സമയത്ത് ഇതിൻ്റെ ഉള്ളിൽ എന്താ ഉള്ളത് കാണണം. അവന്റെ സന്തോഷം കണ്ടോ, അവന്റെ സന്തോഷം കണ്ടോ. ഈ സന്തോഷം ഇങ്ങനെ കാണാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നത്. പക്ഷേ ഇത് എന്നിലൂടെ അങ്ങനെ ഉണ്ടാവുമെന്ന് ഞാൻ വിചാരിച്ചില്ല കേട്ടോ. എനിക്കെന്തായാലും വളരെയധികം സന്തോഷമുണ്ട്. വെള്ളം കയറിയിട്ടില്ല. കേറില്ലടാ, കേറില്ല. പക്ഷെ ഇതെങ്ങനെ ഈ ഗുഹേൻ്റെ ഉള്ളിൽ എത്തിപ്പെട്ടു എന്നുള്ളതാണ്. തട്ടി തട്ടി തെറിച്ച് താഴെ ഉള്ളിൽ വീണുണ്ടാവും അല്ലേ? ഞാൻ പറഞ്ഞില്ലേ ലാസ്റ്റ് വിഷയില് ഒരു ഇതായിരുന്നു. എന്റെ മോനെ സമ്മതിച്ചിരിക്കുന്നു. കണ്ടുപിടിച്ചല്ലോ എടാ എനിക്കാടാ അതിന്റെ ഒരു യോഗ ഉള്ളത്. ഇതാ കണ്ടോ. അപ്പൊ ഞാൻ ഈ ഗുഹ ഇതാ ഒന്ന് കാണിച്ചിട്ട് ഞാൻ വരാം. ഇതിന്റെ സന്തോഷം എനിക്ക് ഒന്നും കൂടി പ്രേക്ഷകരായിട്ട് പങ്കുവെക്കാണ്ട്. ഇതാ കണ്ടില്ലേ, ഈ ഒരു ഗുഹേന്റെ അറ്റം ഞാൻ അവിടുന്ന് ഫസ്റ്റിൽ ഞാൻ എടുത്തല്ലോ. അപ്പോൾ ആ എടുത്തതിൻ്റെ ബാക്കി കണ്ടിന്യൂറ്റി ആയിട്ട് വരുന്നത് ഇതാ ഇങ്ങനെ, ഇതിൻ്റെ ഒരു കണ്ടിന്യൂഷൻ വരുന്നത് ഇങ്ങനെയാണ്. അപ്പോൾ ഇങ്ങനെ ഇതിൻ്റെ ഉള്ളിലേക്ക് കയറി പോകുന്നു എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇപ്പോൾ ഒന്ന് ഇങ്ങോട്ട് ക്യാമറ തിരിച്ചതാണ്. തിരിച്ച സമയത്ത് കറക്റ്റായിട്ട് നമ്മുടെ ഡ്രോണിലേക്കാണ് ആ നോട്ടം എത്തിപ്പെട്ടത്. അപ്പോൾ എനിക്കെന്തായാലും വളരെയധികം ഇപ്പോൾ എൻ്റെ കഴിഞ്ഞ വീഡിയോകളിലെ കുറവുകളെല്ലാം എൻ്റെ ഈ വീഡിയോയിലൂടെ എനിക്ക് നികത്തണം. അതിനായിട്ട് എനിക്ക് ഈ വീഡിയോ എനിക്ക് എത്രയും പെട്ടെന്ന് വീഡിയോ അപ്ലോഡ് ചെയ്യണം. ഇവൻ്റെ പ്രേക്ഷകരൊക്കെ ഒന്ന് കണ്ട് സന്തോഷിക്കട്ടെ. ഇവൻ്റെ എല്ലാ ആൾക്കാരും, ഈ ഡ്രോൺ നഷ്ടപ്പെട്ടതറിഞ്ഞ് വിഷമിച്ച എല്ലാ ആൾക്കാരും ഇതറിയണം. എങ്ങനെ പോകും? സത്യമുള്ള മുതൽ എങ്ങനെ പോവുക? സത്യമുള്ള മുതലുകളൊന്നും പോവില്ല. ഇതെനിക്ക് സന്തോഷമുണ്ട്. അതെ അതെ, ഭയങ്കര ഹാപ്പി ആയിട്ടുള്ള ഒരു. എങ്ങനെ നനയാനാണ്? പ്രേക്ഷകർക്ക് ബാക്കി വിഷ്വലും കൂടി കാണിച്ചു കൊടുക്കണമെങ്കിൽ എനിക്ക് ഇവിടുന്ന് കയറി വന്നിട്ട് വേണം. അപ്പൊ എന്തായാലും ഞങ്ങളെ ഡ്രോണ് കിട്ടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാലേ ഒരു ഭയങ്കര അത്ഭുതമായിട്ടാണ് കിട്ടിയത്. നീ എന്താ പറഞ്ഞ കെട്ടിപ്പിടിക്കണമെന്നാ? കെട്ടിപ്പിടിച്ച ഓ അവന്റെ ആ ഒരു എന്താ ഇത് ശരിക്കും ഞാൻ ഇങ്ങോട്ട് ഇറങ്ങാൻ ഉദ്ദേശിച്ചല്ല. ഇതൊരു കുഴിയല്ലേ. ഞാൻ ഇങ്ങനെ മേളിലോട്ടാണ്, ലൊക്കേഷൻ കുറച്ചെടുത്താണ് കാണിക്കുന്നത്. ഞാൻ ഇങ്ങോട്ട് കയറാനാണ് ഉദ്ദേശിച്ചേടാ സത്യം. ഞാനേ ആ ഗുഹ ഉണ്ടല്ലോ, ഗുഹ കണ്ടിട്ട് താഴോട്ട് ഇറങ്ങിയതാട്ടോ. ആ ഗുഹ ഉണ്ടല്ലോ, ആ ഗുഹ ഞാൻ അവിടുന്ന് ഞാൻ എടുത്തതാണ്, അപ്പുറത്തെ സൈഡ്. അത് കുറേ സംഭവം എന്താണെന്നറിയോ,
ഇതേ ഇതുണ്ടോ ഇവിടെ കുറച്ച് വെള്ളം ക്യാമറേൻ്റെ അവിടെ നിന്ന് ഉള്ളിൽ നിന്ന് ചെറുതായിട്ട് ഇങ്ങനെ ഒരു ഒറ്റ വരുന്നുണ്ട്. കുലുക്കുമ്പില്ല, അതാണ് എനിക്ക് തോന്നുന്നത് തട്ടി നിൽക്കണമായിരിക്കും. പക്ഷെ വേറെ എങ്ങും നനഞ്ഞിട്ടൊന്നുമില്ല. ഞാനിപ്പോൾ ഇതിൻ്റെ ബാറ്ററി ഊരി വെച്ചതാണ്. ഇതേ വേറെ ഇവിടെ ഒന്നും നനഞ്ഞിട്ടില്ല. എങ്ങനെയാ നനയാ? ഇതാ കണ്ടില്ലേ ഇവിടുത്തെ ഇതൊക്കെ ബാറ്ററി ഞാനിപ്പോൾ ഊരി വെച്ചതാ. വേറെ എവിടെ നനഞ്ഞിട്ടില്ല, ഒരു കുഴപ്പമില്ല. അയ്യോ, ഞാൻ എന്തൊക്കെ വിചാരിച്ചെന്നറിയോ, ഈ റിമോട്ടും ഈ സാധനങ്ങളും മാത്രം കൊണ്ട് വിറ്റാലോ എന്ന് ആ കാശെങ്കിലും കിട്ടുമല്ലോ എന്നൊക്കെ വിചാരിച്ചു 2 ദിവസം മുമ്പ് വരെ. പിന്നെയാണ് നമ്മുടെ ഒരു സുഹൃത്ത് ഇങ്ങനെ പറഞ്ഞത് ലൊക്കേഷൻ നോക്കി നോക്ക് ഇങ്ങനെ കിട്ടുന്നു. പിന്നെ അത് അതിനെപ്പറ്റി സെർച്ച് ചെയ്ത് ലൊക്കേഷൻ കിട്ടി. പിന്നെ ഇവൻ കണ്ടുപിടിച്ച റൂട്ടാണിത്, അല്ലെങ്കിൽ നമ്മൾ ഈ മല ഇറങ്ങി വരേണ്ടി വന്നേനെ. ഓ എന്താ അറിയോ, നമുക്ക് ഇവിടെ വന്ന് ഈ വീഡിയോ എടുക്കാന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു വലിയ ടാസ്ക്കാണ്. മാഹിക്കാരനൊന്നും കാണിക്കുന്നല്ലോ, മാഹിക്കാരനൊക്കെ ഈ വീഡിയോയിലൂടെ കാണട്ടെ, അല്ലാതെ കാണണ്ട. അത് എന്താണെന്നറിയോ, ഇത് കണ്ടില്ലേ ഈ ഒരു ഹൈറ്റിലേക്കാണ് നമ്മൾ ശരിക്കും കയറി പോകേണ്ടതായിരുന്നു. ഇത് എങ്ങനെ വീണെന്നുള്ളത് പടച്ചോനെ എനിക്ക് വിശ്വസിക്കാൻ പറ്റില്ല. എങ്ങനെ ഇതിന്റെ ഹോട്ടലിലേക്ക് വന്നു? വരാൻ എന്താ അത്ഭുതപ്പെടാനൊന്നുമില്ല. ഇതാ മേലേന്ന് എങ്ങനെ വരും ഈ വള്ളിന്നൊക്കെ എങ്ങനെ വന്നു? ഇതാ മേലേന്ന് ഇതാ ഈ മരത്തിന്റെ ഇതാ അവിടെ തട്ടി ഇങ്ങനെ തട്ടി താഴെ വീണ് ഇങ്ങനെ തെറിച്ച് ഇതാ അതിൻ്റെ ഉള്ളിലേക്ക് പോയി. കണ്ടില്ലേ, അതിൻ്റെ ഉള്ളിലേക്ക് പോയി. കണ്ടില്ലേ ആ ഒരു ഗ്യാപ്പ് ഉണ്ടല്ലോ, ഈ തട്ടിയിട്ട് അതിൻ്റെ നേരെ ആ ഗ്യാപ്പ് കൂടെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ആ വീണ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ആ വിള്ളൽ കണ്ടില്ലേ അതിൻ്റെ ഉള്ളിലൂടെ ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതാ അതിൻ്റെ ഉള്ളിൽ പോയി കിടക്കും. അതാണ് സംഭവിച്ചിട്ടുള്ളത്. അപ്പോൾ ആ ഒരു കാര്യം എന്ന് പറയുന്നത് എന്തോ ഒരു ഇവനുള്ള ഒരു നല്ല ഒരു പടച്ചോൻ്റെ ഒരു ഇതും കൊണ്ടുള്ള ഒരു സംഭവമാണെന്നുള്ളത് എനിക്ക് തോന്നുന്നു. എന്തായാലും സന്തോഷമായോ? ഇതാ മൊബൈൽ കടക്കാരനൊന്ന് വിളിച്ചു പറയണം. എന്താറിയോ, എല്ലാവരും വിളിച്ചു പറയാം. എന്താറിയോ, അവനാണ് എന്നോട് പറഞ്ഞത് ലൊക്കേഷൻ, ഞാൻ ലൊക്കേഷൻ കട്ടായി എല്ലാം പോയി വിചാരിച്ചു. അവനാണ് എന്നോട് പറഞ്ഞത് യൂട്യൂബിലും സെർച്ച് ചെയ്ത് നോക്ക്, അങ്ങനെയാണ് കിട്ടും. അവനും ഒരു പങ്കാളിയാണ്. കാരണം എന്താ പറയുക, പങ്കാളി കുറേ ദിവസമായി ഞാനിത് വിട്ടു, ലൊക്കേഷൻ കിട്ടാത്തോണ്ട് ഞാൻ വിട്ടു. പിന്നെ അവൻ ഇങ്ങനെ കണ്ടപ്പോൾ ഡ്രോൺ മിസ്സായിടാന്ന് പറഞ്ഞപ്പോൾ അവന് ഭയങ്കര സങ്കടം. അവൻ പറഞ്ഞു ഞാനും വരെ തരാൻ ലൊക്കേഷൻ. ഇത് ഇവൻ നമ്മുടെ പണിക്കാരൻ യൂട്യൂബർ നമ്മുടെ നൗഷു, ഇനി അറിയാത്തവരുണ്ടെങ്കിൽ ഒന്നുകൂടി കേൾക്കുക. അപ്പോൾ അവൻ്റെ വീഡിയോയിൽ ഒരുപാട് 3 വീഡിയോ നീ ഡ്രോൺ പോയതിന് ശേഷം ഇട്ടു അല്ലേ? അപ്പോൾ ഡ്രോൺ പോയതിന് ശേഷം അവൻ 2-3 വീഡിയോ ഇട്ടിട്ടുണ്ട്, ഡ്രോണിനെ പറ്റി പറഞ്ഞിട്ടുണ്ട്. അവൻ്റെ ഒരുപാട് പക്ഷേ ഇനിയിപ്പോൾ നമുക്ക് ഡ്രോണൊക്കെ കിട്ടി, ഹാപ്പി, വളരെ സന്തോഷം. നമുക്ക് ഭയങ്കര, ഇനിയിപ്പോൾ കംപ്ലൈൻ്റ് ആയി പോയാലും നമ്മൾ ഹാപ്പി ആയിട്ടോ. എന്താ വെച്ചാൽ നമ്മുടെ മുതൽ കിട്ടിയല്ലോ, ഈ കംപ്ലൈൻ്റ് ആയാലും കിട്ടിയല്ലോ. പിന്നെ എപ്പോഴേലും വേണമെങ്കിൽ സർവീസ് ചെയ്യാൻ കൊടുക്കുക. ഇത് വേണമെങ്കിൽ മൊബൈൽ കടയിൽ തന്നെ ഒന്ന് കൊടുക്കാം അല്ലേ? സർവീസ് ചെയ്ത് അവന് വെള്ളമൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ഹീറ്റാക്കി അതൊക്കെ ചെയ്ത് റെഡിയാക്കി എടുക്കുക. അതെ, അപ്പോൾ അവൻ തന്നെ അവിടെ തന്നെ കൊണ്ട് കൊടുക്കാം. എന്നിട്ട് ശരിയാവട്ടെ അല്ലേ? ശരിയാകും. അതിനൊക്കെ വേറെ കംപ്ലൈൻ്റ് ഒന്നും ഉണ്ടാവില്ല. കംപ്ലൈൻറ്റ് ഉണ്ടാവില്ല എന്ന് വെച്ചാൽ മഴയൊന്നും നനഞ്ഞില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ആ പൊടി ഇപ്പോഴും ഉണ്ടല്ലോ, അന്നത്തെ ആ പൊടിയൊക്കെ കണ്ടില്ലേ? ഡ്രോണിൻ്റെ മറ്റേ പങ്കുണ്ടല്ലോ, അതിൽ ആ പൊടി ഉണ്ടായിരുന്നു. ആ പൊടിയൊക്കെ ഇപ്പോഴും പൊടിയുണ്ട്, ഇത് നനഞ്ഞിട്ടില്ല. കറക്റ്റ്. കാരണം അതിനുള്ളിലേക്ക് മഴ നല്ല ശക്തിയായ മഴയായിരുന്നു കഴിഞ്ഞ ദിവസമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അവിടെ ഉണ്ടായിരുന്നു. ഇവിടുന്ന് പോകുന്ന കാര്യത്തെ പറ്റിയിട്ട് ഞങ്ങൾ ഇതുവരെയും സംസാരിച്ചിട്ടില്ല. ഇത്ര നേരം എന്താ വെച്ചാൽ ഇത് കിട്ടിയ സന്തോഷത്തിൽ ഞങ്ങൾ പറഞ്ഞു തീർന്നിട്ടില്ല. വാക്കുകൾ ഇനി ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. നമ്മുടെ വീഡിയോൻ്റെ ലെങ്ത് ഇങ്ങനെ കൂടിക്കൊണ്ടേയിരിക്കും. അപ്പോൾ കൂടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിലുള്ള പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ അത് വേറെ. അപ്പോൾ എന്താണെങ്കിലും പറയട്ടെ, ഞാൻ പറഞ്ഞാൽ നിർത്തൂല്ല കേട്ടോ. ഓക്കെ, പറയൂ. പറഞ്ഞാൽ നിർത്തൂല്ല, വീഡിയോ ഭയങ്കര ലെങ്തോ. അപ്പോൾ എന്തായാലും ഭയങ്കര സന്തോഷം എന്ന് പറഞ്ഞാൽ ഭയങ്കര സന്തോഷം. നമ്മളെ ഇവനും കൂടി ഉണ്ടായത് കൊണ്ടാണ് ഇത് കിട്ടിയത്. ഒറ്റയ്ക്കാണ് ഞാൻ വരില്ല, എന്താ വെച്ചാൽ വരാൻ ഒറ്റയ്ക്ക് പറ്റാത്തൊരു കൊതുക്. എന്തായാലും നമുക്കിത് കിട്ടി, പിന്നെ വളരെ ഹാപ്പിയാണ്. അതുകൊണ്ട് ഇനി മാഹിക്കാരനെ വീഡിയോ കൂടെ കാണട്ടല്ലേ? മാഹിക്കാരൻ വീഡിയോ കൂടെ കണ്ട. എനിക്ക് ആകെ വിളിച്ച് പറയാനുള്ളത് നമ്മുടെ മൊബൈൽ കടയിലെ നമ്മുടെ സുഹൃത്ത്, അവന് മാത്രമേ ഉള്ളൂ. നമുക്ക് അത് വേറെ ഒന്നും കൊണ്ടല്ല, മാഹിക്കാരനോടുള്ള സ്നേഹം കൊണ്ടാണ്. മാഹിക്കാരൻ ഒരു സസ്പെൻസ് ആയിട്ട് അങ്ങനെ കാണുമ്പോൾ അതിനൊരു ത്രില്ല് ഉണ്ടാവില്ലേ? അതുകൊണ്ട് ഇനിയിപ്പോൾ വേണമെങ്കിൽ തീരുമാനം മാറ്റുകയും ചെയ്യാം. എങ്ങനെ, അത് നിന്റെ ഇഷ്ടം, അത് എനിക്കറിയില്ല. ഞാൻ വെറുതെ ഒന്ന് പറഞ്ഞു എന്നുള്ളൂ. നമുക്ക് മൊബൈൽ കടയിലെ പ്രവീണിനോട് വിളിച്ച് പറയേണ്ടത് ഇത് കിട്ടിയെന്നുള്ളത്. എന്നിട്ട് അവൻ്റെ അടുത്ത് അല്ല, മാഹിക്കാരനോട് പറയണമെങ്കിൽ പറഞ്ഞോട്ടോ. മാഹിക്കാരനെ കൂട്ടിയിട്ട് അവൻ വീഡിയോ എടുത്ത് ഇതേപോലെ എന്നെ കൂട്ടി വന്ന പോലെ അദ്ദേഹത്തിനെ കൂട്ടി വന്നിട്ട് എല്ലാവരും കണ്ടല്ലോ. ഞാനും മാഹിക്കാരൻ കണ്ടു. ഞങ്ങൾ ഈ കൊടുങ്കാട്ടിൽ വന്നിട്ട് കിട്ടില്ല എന്ന്. കൊടുങ്കാടാണ് നമ്മുടെ മൊബൈൽ നമുക്ക് കിട്ടിയിരിക്കുകയാണ്. കൊടുങ്കാടാണ്. എല്ലാ എന്താ പറയുക സുഹൃത്തുക്കളെ, എല്ലാവരോടും പറയുകയാണ് ഇതിൻ്റെ മേലേക്ക് എന്താ വെച്ചാൽ ഭയങ്കര ഒരു വലിയൊരു കയറിട്ടാണ് അന്ന് ഇറങ്ങിയത്, എല്ലാവരും കണ്ടതല്ലേ? ഭയങ്കര. അതെ ഞങ്ങൾ ഇതിൽ താഴ്വാരത്ത് കൂടെ കയറി വന്നതാണ്. ഇത് ശരിക്കും ഇവൻ മേലെ നിന്ന് റോപ്പ് ഇട്ടിട്ട് മേലെ നിന്ന് ഇറങ്ങി വന്നിട്ടുള്ള വീഡിയോ എൻ്റെ ഇതിലുണ്ട്. അതിനേക്കാളും നമ്മൾ കുറച്ചും കൂടി എളുപ്പത്തിലാണ് നമ്മൾ ഇവിടെ എത്തിയിട്ടുള്ളത്. ഇവിടെ ഗുഹേൻ്റെ ഉള്ളിൽ പുലിൻ്റെ അങ്ങനെയുള്ള പാടുകളൊക്കെ ചെറുതായിട്ട് കാണുന്നുണ്ട്. വലിയതല്ല, ചെറുത്. പുലി അപ്പിട്ടതൊക്കെ ഉണ്ടായിരുന്നല്ലോ അവിടെ. അപ്പോൾ അത് കഴിഞ്ഞ വീഡിയോയിൽ ഇവൻ്റെ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്, മാഹിക്കാരൻ്റെ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. അതിൻ്റെ ഒരു ബാക്കി ഭാഗം തന്നെയാണ് ഇപ്പോൾ ഉള്ളത്. ഞങ്ങൾ കയറി വരുന്ന സമയത്ത് ഒരു ചേട്ടൻ പറഞ്ഞിട്ടുണ്ട് പുലി ഉണ്ടാവും എന്നുള്ളത്. വലിച്ചു കിട്ടുന്നില്ല. സന്തോഷമുണ്ട്. ഇനി വേഗം ഇവിടുന്ന് എസ്കേപ്പ് ആകുക. പിന്നെ അതാ അപ്പോൾ എല്ലാവരും വീഡിയോ കാണുക, ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. എല്ലാവരും കുറച്ച് ദിവസമായിട്ട് എൻ്റെ വീഡിയോസ് ഒന്നും ഇങ്ങനെ വലിയ കാര്യമായിട്ടില്ല. അപ്പോൾ എന്താ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. ഞാൻ ഇതുപോലത്തെ ഒരുപാട് എങ്ങനെ ഇട്ടാലോ കിട്ടി എന്ന് പറഞ്ഞിട്ട്. അതെ കിട്ടി. എന്താ ഈ ഗുഹയ്ക്കുള്ളിൽ
ചേച്ചി വൈൻഡപ്പ് പറയും അത് കഴിഞ്ഞിട്ട് എടുക്കാം. ഇതാ ഗുഹയ്ക്കുള്ളിൽ ഞാൻ എങ്ങനെയും കാട്ടാം. ആ ഗുഹയെന്ന് കാണിക്കേ. ഗുഹ ഒന്നും കാണൂല, ഗുഹ കാണൂലേ? ഏതെങ്കിലും ഒന്നേ കാണുള്ളൂ. ഓക്കെ കേട്ടാ, ഇത് ക്ലിക്ക് ചെയ്യണം കേട്ടോ. ഇത് തമ്മിൽ ഇടണേ. ഓക്കെ പോരെ, മതി. അപ്പൊ ഒന്ന് വിടാം. ഓക്കെ വൈൻഡപ്പ് ആണല്ലോ അല്ലേ? അപ്പൊ ഓക്കെ, എല്ലാ പറഞ്ഞ പോലെ ഞങ്ങൾ വളരെ ഹാപ്പിയിലാണ് വന്നത്. ഇനി അല്ല, ഭയങ്കര വിഷമിച്ചാണ് വന്നത്. ഹാപ്പിയിലാണ് തിരിച്ചു പോകുന്നത് അല്ലേ? ഭയങ്കര റിസ്ക് എടുത്തിട്ടാ. കാരണം ഒരു ചേട്ടൻ അവിടെ നിന്ന് പറഞ്ഞു പുലി ഉണ്ടാവും, സൂക്ഷിക്കണം. അവിടെ കഴിഞ്ഞ ആഴ്ച ഇവിടെ വന്ന് പുലിനെ തെരഞ്ഞു പോയതാണ് ഫോറസ്റ്റുകാരെന്ന് പറഞ്ഞു. പക്ഷേ എനിക്ക് ഇവനെ ഓർത്ത് ഇവൻ്റെ ഡ്രോണ് കണ്ടെത്തി കൊടുക്കാനുള്ള ഒരു സാഹസികത ഞാൻ മുന്നിൽ കണ്ടുകൊണ്ട് ഞാൻ കൂടെ എത്തിയതാണ്. അവനെ ഞാൻ വന്നില്ലേ പിന്നെ ആരാണ് വരേണ്ടത്? അപ്പോൾ അതുകൊണ്ട് ഓക്കെ, എല്ലാവരോടും നന്ദി, നമസ്കാരം. ഓക്കെ, ഡ്രോൺ വിഷലൊക്കെ ആയിട്ട് അടിപൊളിയായിട്ട് വരും കേട്ടോ. ഓക്കെ, ബൈ, താങ്ക് യു.